സ്പീക്കർ മാത്രമേ വേണ്ട. വേണ്ടേ? ഞാൻ വെറുതെ ചോദിച്ചതാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇതിനകത്ത് കറിക്കാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും ഹലോ. ലൈവിലെ കമന്റ് എവിടെ? കമന്റ് ഹായ് ഗൈസ്, ഹലോ ഹലോ. എല്ലാവർക്കും ഹായ് 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 ഗൈസ്, എല്ലാവർക്കും ഹായ്. ബ്രോ ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. ആൽവിന ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. ഗൈസ്, എനിക്ക് ഒരു മരണം ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ പോയിട്ട് വരുന്ന വഴിയാണ്. ഇവിടെ ശരത്തേട്ടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ്. ഇന്ന് ലൈവ് ഇടാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഇന്നലത്തെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്നലെ രാവിലെ 8 മണിക്ക് എന്താണ് ഉറങ്ങിയത്. അപ്പോൾ പുള്ളി ഇന്ന് രാവിലെ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. എല്ലാവർക്കും ഹായ് ഗൈസ്, എല്ലാവർക്കും ഹലോ. അണ്ണ ഉമ്മ മിസ് ചെയ്യുന്നു. TVS ഓമ മിസ് യു ടു, മിസ് യു ടു. ഇതെന്താ ഇത്? റെഡ് റൈറ്റും റെഡ് റൈറ്റും മറ്റേത് ലെഫ്റ്റും. ഇതേതാ സംസാരിക്കുന്ന ബട്ടൺ ജോക്കിയുടെ? എന്റെ സംസാരിക്കുന്ന ബട്ടൺ ഇത്. നീ മൗസ് ഞെക്കി ഏത്? ഇതടാ. അതില്ല, ഞാൻ മൗസ് ഞെക്കി നോക്കി. ഇതിനകത്തോട്ട് ഞെക്കിട്ട് നിക്ക്. ഇതിനകത്തോട്ട് കൊണ്ടുപോവാ. നീ ഏതാണ്? ഏറ്റവും എന്താണ് പിങ്ക് പിടിയൊക്കെ ഇട്ട്? നീ ഏതാണ്? നിന്റെ പേരെന്താ? ഞാൻ KV ഫ്രെഡി. ഓ, ഷൂ നൂരിട്ട്. ഹലോ ഹലോ ഹലോ, ഞാൻ വന്നു. ആര് വന്നു? ഹലോ ഹലോ ഹലോ, ഞാൻ വന്നു. ഇതാരാ? എന്നെ താഴെ എടുത്തോ? അങ്ങനെയാണെങ്കിലേ എന്റെ കൂടെ വരണേ. വരാം. നമുക്ക് വണ്ടിയെ പറ്റി മാർക്ക് ഇടാനുണ്ട്. ഇതിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. ഓ, ജഡ്ജാണല്ലേ? അതെ. ഈ വണ്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു കാണിക്കുന്നത്. സ്പെഷ്യാലിറ്റി ജോക്കി ഒന്ന് വരണേ. വന്നു. ഇപ്പൊ ഈ വണ്ടി വണ്ടി ഡാൻസ് കളിക്കുന്നത് കാണിച്ചത്. മാമ, ഈ വണ്ടിക്ക് ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ മോശമാണ്, നല്ല രീതിക്കാണെങ്കിൽ അതാ ഉമ്മറപ്പൊക്കി. ഇത് കൊള്ളാം കേട്ടോ. ഇത് നമുക്ക് ആവശ്യം വരും. ഈ വണ്ടി ഇത് കൊടുക്കുന്നുണ്ടോ ചോദിക്കൂ. ജോണി മാമ ഇത് കൊടുക്കുന്നുണ്ടോന്ന് വണ്ടി? ഇത് നമുക്ക് ആവശ്യം വരും ഈ സാധനം. എല്ലാ ആൾക്കാരിലും ഇരിപ്പുണ്ടോ? കൊടുക്കത്തില്ല. ഇത് രണ്ടുദ്ദേശമാണ്. വണ്ടിയില് ഗ്ലാസ് ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളി നടക്കുന്ന ഒരു കാര്യം പുറത്തറിയാൻ പാടില്ല. രണ്ടാമത്തെ ഉദ്ദേശം പറയണ്ട. എനിക്ക് മനസ്സിലായി, ഓൾറെഡി കാര്യം മനസ്സിലായി. കാര്യം പിടിയിട്ട് അതന്നെ രണ്ടാമത്തെ ഉദ്ദേശമാണ് നമുക്ക് വേണ്ടത്. കാരണം അതിനായിട്ട് ബേസിക് കാർ വേണം. അതെ, കുലുക്കൊള്ളി സൗണ്ട് നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ. എന്റെ പേര് ജോക്കി. എന്റെ പേര് TV ജോക്കി. ജോക്കർ. അതെ. ജോക്കി സാർ, നൈസ് ടു മീറ്റ് യു. മൈ നെയിം ഈസ് ജോൺസീന. ഐ ആം ഫ്രം X News. ഓ, നൈസ് ടു മീറ്റ് യു ജോൺസീന. റിട്ടയർ ലൈഫോ? നൗ ഐ ആം വർക്കിംഗ്. ആണല്ലേ? ജോണി ബാബാ, ഇതെന്താ ഓട്ടോ എക്സ്പോയാ? ഇത് ഓട്ടോ എക്സ്പോ. ഈ സിറ്റിയിലുള്ളവരുടെ വണ്ടി ഇങ്ങനെ കൊണ്ടുവരും. ഇതൊരു ജഡ്ജ് നമ്മളല്ലേ? ഏറ്റവും ലാസ്റ്റ് കാറിലോടെ വണ്ടിക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കാവേ. കാറിലൂടെ 4 വണ്ടിന്റെ അത് വേറെ പേരിലൊക്കെ കൊണ്ടിട്ടുണ്ട്. കുക്കുടന്റെ പേരിലൊക്കെ. എന്റെ ഒരു 2 സാധനം ഉണ്ടായിരുന്നു. വണ്ടി എന്റെ മാസ്റ്റർ പീസ് ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിരുന്നത് നമുക്ക് തന്നെ ആയിരുന്നു. അതാ ഞാൻ ജോക്കിയോട് പറഞ്ഞിട്ട് ഇവരെ പിള്ളേരുടെ കൂടെ വണ്ടി 54 മറ്റേ സൈഡിൽ ഇരിക്കുന്ന വണ്ടി കൊണ്ടിട്ടായിരുന്നു ഇവിടെ. ഹലോ, എന്തോ സഹോദര പറഞ്ഞോ സഹോദര. കുറച്ച് കേറി ഇരിക്കണേ. ഇനിയും പറഞ്ഞോ. ഇവിടെ ഷട്ടർ എന്ന് പറഞ്ഞോ. കുറച്ച് കേറി. അത് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ കുറച്ച് സൈഡോട്ട് വണ്ടി വേണം. ആംബുലൻസ് ആണോ? EMS വണ്ടിയൊക്കെ എന്തിനു കൊണ്ടുപോയിട്ടിരിക്കണേ ഇവിടെ? അവര് ഓട്ടോ എക്സ്പോയിലുണ്ട്. ഹലോ ജോണി മാമൻ, ജോൺസിനെ. ഓക്കെ. ജോക്കി സാർ, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. വിശേഷം. ശബ്ദമേ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നല്ല, വലുതായിട്ട് തൊണ്ടടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഫെക്ഷൻ. ജോക്കി സാറേ, ഒരു അടുത്ത വണ്ടികൾ നോക്കാം. അടുത്ത വണ്ടികൾ ഇതാണ് അടുത്ത വണ്ടി. ഹലോ. ഈ വണ്ടിയെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
ഓ ഓർഡർ കുക്കൂഡ് ആണോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊള്ളായിരുന്നു. ഹലോ സാർ അപ്പുറത്തൊരു വണ്ടി ഇവിടെ ഉണ്ട് കഴിഞ്ഞിട്ട് ആണോ? ആ വണ്ടി താല്പര്യമില്ലായിരുന്നു, ഈ വണ്ടിയായിരുന്നു. ഓക്കെ ഇപ്പൊ വരാം ആളുണ്ടല്ലോ ജോണി. വണ്ടി പറ്റി എക്സ്പ്ലെയിൻ ചെയ്തോളൂ, വണ്ടി പറ്റി പറഞ്ഞോളൂ. ഇതൊരു 90s മോഡൽ വണ്ടിയാണ്. കേൾക്കുന്നില്ലേ? ഇതൊരു 90s മോഡൽ വെഹിക്കിൾ ആണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. 796 cc 3 അതെന്താ ബാക്ക് വീൽ ഓടൂലേ? ഗിയർ ബോക്സ് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഓക്കെ. ബോണ്ട് താഴ്ത്തി കൊടുക്കും. വേറെ എന്തെങ്കിലും പ്രത്യേകത? വീല് കൊള്ളാൻ കേട്ടോ, കസ്റ്റം വീലാണ്. ഇത്രയും പുറത്ത് ചാടിച്ച് വെച്ചേക്കണേ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ വീല് പുറത്ത് ഇത്രയും ചാടിച്ച് വെച്ചേക്കണേ? ഞാൻ അത്യാവശ്യം ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുന്നു, അപ്പൊ അതിനു വേണ്ടി. ചുമ്മാ പറഞ്ഞല്ലേടാ, ഞാൻ ജോക്കിനകത്തൊന്നും പറഞ്ഞ ശോകാവൂലേ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് ഏത് മോഡൽ വണ്ടിയാണിത്? 90s മോഡൽ. 90s എന്ന് പറയുമ്പോ 96. ഓക്കെ. നോർമലി ഡ്രിഫ്റ്റ് മോഡല് ബാക്ക് വീൽ അല്ലേ? അല്ല, ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ്. ഞാനും നോർമലി ഡ്രിഫ്റ്റ് മോഡ് ബാക്ക് വീൽ ആണ്. ഈഗിളോ അതാരാ? ബാക്ക്വേർഡ് ബ്രോഡ് പ്രിഫറൻസ് ആണ്. സ്പെഷ്യൽ മെയ്ഡ് ആയിരിക്കും അത്. നമുക്ക് നോക്കാം. അതെന്തായാലും ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കണല്ലേ? ഇത് കൊള്ളാം, ഇതും കൂടെ എടുത്ത് വെച്ചോ. പുള്ളി അത്യാവശ്യം അത് ആ വണ്ടി ചാടിച്ച് കളിച്ച പോലെ പഴയ മോഡലേ, മറ്റേ പഴയ വിന്റേജ് എല്ലാം ഒരു കോമ്പിനേഷൻ ആണ്. ഏൽപ്പിച്ചിട്ടൊക്കെ പോയേട്ടാ എന്നെ. അലയും കൊള്ളാലേ? ഇഷ്ടപ്പെട്ടു. അലയും അത്യാവശ്യം നൈസ്. അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? ഈ പുള്ളിയുടെ പേരോടൊന്ന് ചോദിച്ചു വെച്ചേരി കേട്ടോ. ബണ്ണി പേര് ബണ്ണി. ബണ്ണി. അടുത്ത വണ്ടി ജോക്കി. ബണ്ണി എനിക്ക് ചെറിയ ഇതിന്റെ ഓണർ ഒന്ന് കൈപ്പൊക്കണേ. ആരായിരുന്നു? ചോദിച്ചോ. പറഞ്ഞോ, ഇത് വണ്ടിയുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം പ്ലീസ്. ഓ പറയാലോ. ഇതൊരു ഫോർഡ് ബ്രോങ്കോ ആണ്. അപ്പൊ ഇതൊരു മിഡ് സൈസ് ഓഫ് റോഡ് വണ്ടിയാണ്. സ്പെഷ്യൽ നോൺ ആസ് കാർലോസ് എഡിഷൻ. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഗോട്ടഡ് കാറാണ്. ആരോ പറഞ്ഞു ഏൽപ്പിച്ചതുപോലെയാണല്ലോ ഇത് സംസാരിച്ചത്. നോക്കി വായിക്കുന്നത് പോലെ ഉണ്ട്. ആരെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംസാരിക്കും? വണ്ടി മേടിക്കുമ്പോ മൊത്തത്തിൽ പഠിക്കണ്ടേ? ഓ ഓക്കെ അങ്ങനെ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് കാർലോസ് എഡിഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന് കുറെ കസ്റ്റംസ് എൻഗ്രേവിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ. പ്രീമിയം ആണോ നോർമൽ ആണോ ഓടിക്കുന്നത്? പ്രീമിയം. ഇതിന്റെ എഞ്ചിൻ വരുന്നത് ജെറ്റ് എഞ്ചിൻ ആണ്. ജെറ്റ് എഞ്ചിനോ? ജെറ്റ് എഞ്ചിൻ V8 എഞ്ചിൻ. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 13.1 ഇഞ്ചസും അതുപോലെ തന്നെ ടയർ ഒരു 35 ഇഞ്ചസും ആണ് വരുന്നത്. പിന്നെ നമ്മള് മുകളിൽ ഒരു 7 ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. ലൈറ്റ് മുകളിൽ കാണാലോ. പിന്നെ നമ്മള് സ്പെഷ്യൽ കേസസിൽ നമ്മൾ ഇതൊരു എയർപ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഏത് കേസാണ്? അതാ സ്പെഷ്യൽ കേസ് ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാവോ? ഒരു എമർജൻസി ഒക്കെ ആയിട്ട് മലകളിൽ നിന്നൊക്കെ ചാടി താഴെ ഇറങ്ങിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പറന്നിറങ്ങും. ഈ മല ടു ആ മല അങ്ങനെ. അപ്പൊ ഒരു ഓഫ് റോഡ് സ്പോർട്സ് സ്പെക് ആണല്ലേ? അതെ അതെ. അകത്ത് ഓണറുണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്. സത്യല്ലേ? പിന്നെ വണ്ടിക്ക് 4 ടയറുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് എഞ്ചിൻ ഉണ്ട്. സ്പെസിഫിക്കേഷൻ ഇതിന്റെ കളറാണ്. പച്ചയല്ല, ഇതൊരു ക്രോമാറ്റിക് കളറാണ്. അതൊരു എന്താ പറയാ, ഗ്രീനും യെല്ലോയും എല്ലാം കൂടി ചേർന്നൊരു കളർ. എണ്ണിക്ക് പറ്റണ. ഹലോ
എടാ ഫോൺ എടുക്കാൻ നോക്കിയതാടാ ഞാൻ. എന്റെ അകത്ത് ഫംഗ്ഷൻ എഫോർട്ടാണ് ഫോൺ എടുക്കണത്. ഞാൻ പുള്ളിയുടെ അകത്ത് ഫംഗ്ഷൻ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഇത് നൈസ്. അടുത്ത വണ്ടിയിലേക്ക് നമുക്കിനി അടുത്തതായി ഇത് പോർഷെ. എയർ ബാഗ് ഒന്നുമില്ല, ചത്ത്. ഹലോ ഓണർ. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. അടുത്ത വണ്ടി കണ്ടിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. വണ്ടിയെ പറ്റി പറഞ്ഞോ. ഹലോ, വെൽക്കം. യെസ് വെൽക്കം. പറഞ്ഞോളൂ. 15 പോർഷ് 918 ക്രോമാറ്റിക് ഗ്രീനിലാണ് സത്യം ബാക്കിയുള്ളതൊന്നും 2015 വണ്ടിയാന്ന് മാത്രം കിട്ടും, ബാക്കി കേട്ടിട്ടില്ല. ഒരു 2007 മോഡല് പോർഷ് 918 പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. 0 to 100 2.5 സെക്കൻഡ്സിൽ കയറും. പിന്നെ ഇതിന്റെ മാക്സ് ബോക്സിലുണ്ട്. പക്ഷെ വെളിയിൽ നോക്കുമ്പോ ലിമിറ്റേഷൻ കാരണം 280 ലിമിറ്റ് ചെയ്തേക്കാം. സ്പീഡ് ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ വണ്ടി? പിന്നെ എഞ്ചിൻ ഒന്ന് കാണാൻ പറ്റുമോ? എഞ്ചിൻ കാണാൻ പറ്റില്ല കാരണം ഇതൊരു വൈസാക് പാക്കേജ് ആണ്. വൈസാക് പാക്കേജിന്റെ അതിന്റെ ഫുൾ ചാസിയും കാർബൺ ആണ്. എന്റെ ഫോണിൽ പോലും ഇത്രയും പെണ്ണുങ്ങളുടെ പേര് മെഷി കൂടെ കാണാൻ പറ്റും. ജോക്കിയുടെ ഇത് ഫുള്ള് മാറിക്കിടക്കുക കേട്ടാ. എന്റെ ചെവിയിൽ ഇരിക്കുന്നില്ലടാ പുള്ളിയുടെ ഇതൊന്നും. ഇത് ഊരിപ്പൊക്കോണ്ടിരിക്കുക. അയ്യോ സാറിന് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇത് കൊള്ളാം. ഫസ്റ്റ് പ്രൈസ് ഇതിന് തന്നെ കൊടുത്താലോ? ആ ഓക്കെ സാർ, നമുക്ക് ലാസ്റ്റ് എല്ലാ വണ്ടിയും കൂടി കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം സാർ. ഇപ്പൊ തന്നെ കൺവിൻസ് ചെയ്തേരെ. ഇതിന് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുത്തേരെ. ബാക്കിയുള്ള വണ്ടി കൂടി കണ്ടില്ലെങ്കിൽ അവർക്ക് സങ്കടമാവില്ലേ സാർ? ഓക്കെ മനസ്സിലായി. എന്റെ ചെവിയിൽ ഇരിക്കുന്നില്ലടാ. ഇത് പുള്ളി എങ്ങനെ ഇത് വെക്കണടാ? ഹലോ ഹലോ കേക്കാവോ? ഹലോ കേക്കാൻ പറ്റുമോ? ഹലോ ഹലോ കേക്കാവോ? എവിടെ എല്ലാരും? എവിടെ? ഹലോ ദേവായിരുന്നു മോവി. ശബ്ദം മനസ്സിലായി. എവിടെ എല്ലാരും? കിട്ടുന്നില്ലല്ലോ. ഞാൻ എവിടെ? ഓ ഒരു മിനിറ്റ് പോരാവേ. ഞാൻ ജോക്കിയുടെ അക്കൗണ്ടിലാണോ? ഞാൻ ജോക്കിയുടെ കൊടുക്കാം കേട്ടോ. ഇവിടെ പ്രശ്നമായി. ഇവിടെ പുള്ളി ജഡ്ജായിട്ട് നിൽക്കണ ഇവിടെയോ. ഓ ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. എടാ ഒരു മരണത്തിന് വന്നതാ. ഞാൻ പറയാം, വെളി പറയാം. ചേട്ടാ ഗൈസ്, ഞാനപ്പോ ജോക്കിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഞാൻ ഇവിടെ ഉണ്ടാവും. ജോക്കി അവർ സംസാരിക്കുന്നത് കുറെ പേര് വന്നു. ഇവിടെ 1500 പേരുണ്ട്. ഗാലറി നോക്കാം. ഞാൻ എന്റെ ഫോണാണ് എന്റെ ഫോണിന്റെ ഞാൻ എല്ലാവരും കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്റെ റീലും ഫീഡും ഒക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അവർക്ക്. അപ്പൊ എന്റെ ഗാലറി അടുത്ത് എന്റെ ലൈവ് കാണിക്കാം ഗൈസ്. ബൈ ബൈ. എന്താണ് ഇത് കഴിഞ്ഞു?
ഹലോ എന്ത് വെച്ചിട്ട് ഇത് കിടക്കുന്നു? ഈ വണ്ടിക്ക് എഞ്ചിൻ ഇല്ലെന്ന്. ഫോൺ തൂക്കി ആരുടെ ഫോൺ ഇലക്ട്രിക് കാറാണ്. പിന്നെ ഇതിന് പിന്നെ വേറെ പ്രത്യേകത ഇതിന് സ്റ്റിയറിംഗ് വീൽ ഇല്ല. പിന്നെ സ്റ്റിയറിംഗ് വീൽ ഇത് മറ്റേ ഫുൾ ഓട്ടോമാറ്റിക്. എന്റെ ഫോണാടാ. ചുമ്മാ ഇരുന്നാ മതി. അപ്പൊ ഇത് ചുമ്മാ ഇരുന്നാ മതി, ഓട്ടിക്കല്ല. പിന്നെ ഇതിനകത്തൊന്നും ഇല്ലടാ, ഇതിനകത്തൊന്നും ഇല്ല. ഒന്നുമില്ല, അതായത് പിന്നെ ഇതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സൗണ്ട് ഇല്ല. ഇത് നമ്മൾ എഞ്ചിനില്ല എഞ്ചിനില്ല ഈ വണ്ടിക്ക് ഒന്നുമില്ല, അകത്തോട്ട് നോക്കി. ഏതില്ല എഞ്ചിനില്ല വണ്ടി ഓടും. ഒന്നുമില്ല. ഏത് ഫോണടാ? പിന്നെ ഇതിന്റെ പ്രത്യേകത ഓ അങ്ങനെ. എടേ ഇത് മൊത്തം രാഷ്ട്രീയം ഇല്ലയോടാ, രാഷ്ട്രീയം ഇല്ലയോടാ മക്കളെ. ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ സമയത്ത് ടയറാണ്. ആ